വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ കണ്ടാൽ അപവാദവും മാനഹാനിയും സംഭവിക്കുമെന്ന് ഒരു വിശ്വാസം നിലവിലുണ്ട്. ഇതിനാസ്പദമായ കഥ ഇപ്രകാരമാണ്. ഒരു ശുക്ലപക്ഷ ചതുർത്ഥി ദിനത്തിൽ നാരദൻ കൈലാസത്തിലെത്തി. അദ്ദേഹത്തിന്റെ കയ്യിൽ വിശിഷ്ടമായ ഒരു പഴമുണ്ടായിരുന്നു. നാരദൻ ആ പഴം പരമശിവന് സമ്മാനിച്ച ശേഷം യാത്രയായി. വിശിഷ്ടമായ പഴം കിട്ടിയതോടെ പരമേശ്വരൻ ചിന്താകുഴപ്പത്തിലായി. പഴം ആർക്കാണ് നൽകേണ്ടത്? കാർത്തികേയനോ ഗജാസ്യനോ? ഭഗവാന്റെ ധർമ്മസങ്കടം കണ്ട പാർവതി അദ്ദേഹത്തോട് പറഞ്ഞു, നാഥ, ഇതിലിത്രത്തോളം ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജ്യേഷ്ഠപുത്രനാണ് സുബ്രഹ്മണ്യൻ. അതിനാൽ തീർച്ചയായും ഈ വിശിഷ്ട ഫലം കഴിക്കുന്നതിനുള്ള അവകാശം കാർത്തികേയനാണ്. അതനുസരിച്ച് പരമേശ്വരൻ നാരദൻ സമ്മാനിച്ച വിശിഷ്ട ഫലം ജ്യേഷ്ഠപുത്രനായ കാർത്തികേയന് നൽകി. അതേസമയം തന്നെ ഗണപതിയും അവിടെ എത്തിച്ചേർന്നിരുന്നു. ജ്യേഷ്ഠന്റെ കയ്യിലിരിക്കുന്ന മധുരപഴം കണ്ടപ്പോൾ ഗണപതിക്ക് കൊതിയടക്കുവാനായില്ല. അദ്ദേഹം പഴത്തിൽ കൊതിയോടെ നോക്കിയ ശേഷം തനിക്കും പഴം വേണമെന്ന് ആവശ്യപ്പെട്ടു. പരമേശ്വരൻ വിഷമിച്ചുപോയി. പാർവതി ഗണപതിയെ എടുത്ത് മടിത്തട്ടിലിരുത്തിയിട്ട് അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചു. മകനെ, നാരദ മഹർഷി നൽകിയതാണ് ഈ ഫലം. ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഉണ്ണി, സുബ്രഹ്മണ്യനല്ലേ ജ്യേഷ്ഠൻ? അവന് കൊടുക്കുവാൻ അമ്മയാണ് പറഞ്ഞത്. അമ്മയുടെ സ്വാതന്ത്ര്യ വാക്കുകൾ കേട്ട് ഒരുവിധം ആശ്വാസം നടിച്ചുകൊണ്ട് ഗണപതി നടന്നു. അപ്പോൾ ആരോ തന്നെ പരിഹസിച്ച് ചിരിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. ആരാണ്? വിഘ്നേശ്വരൻ ചുറ്റും നോക്കി. ആരാണ് തന്നെ പരിഹസിക്കുന്നത്? ആകാശത്തതാ പുഞ്ചിരി തൂകിക്കൊണ്ട് നിൽക്കുന്നത് ചന്ദ്രഭഗവാൻ. ഹേ ദേവ, താങ്കൾ എന്നെ പരിഹസിക്കുന്നതിന്റെ പേരുളെന്താണ്? ഗണപതി ചോദിച്ചു. എങ്ങനെ പരിഹസിക്കാതിരിക്കും? താങ്കളെ വിഡ്ഢിയാക്കുവാൻ ഉമാമഹേശ്വരന്മാർക്ക് എത്ര വേഗം സാധിച്ചിരിക്കുന്നു. നാരദൻ ഇപ്പോൾ സമ്മാനിച്ച വിശിഷ്ട ഫലം പിന്നീട് ഒരിക്കൽ ലഭിക്കുമെന്ന് കരുതിയ താങ്കൾ ശരിക്കും ഒരു വിഡ്ഢി തന്നെ. ചന്ദ്രൻ വീണ്ടും പരിഹസിച്ചിരുമുഴക്കി. ഗണപതി ക്രുദ്ധനായി മാറി. അദ്ദേഹം ചന്ദ്രഭഗവാന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ശപിച്ചു. ഹേ ചന്ദ്രദേവ, എന്നെ വിഡ്ഢിയെന്ന് വിശേഷിപ്പിച്ച നിന്നെ ഗണപതി പൂജാ ദിവസത്തിൽ ആരും പൂജിക്കാതെ പോകട്ടെ. അന്ന് നിന്നെ കാണുന്നവർക്ക് മാനഹാനിയും അപമാനവും ഏൽക്കേണ്ടി വരട്ടെ. അന്ന് മുതൽക്കാണ് വിനായക ചതുർത്ഥി നാൾ ഹിന്ദുക്കൾ ചന്ദ്രനെ ദർശിക്കാതിരിക്കുവാൻ ശ്രമിച്ചു തുടങ്ങിയത്. അടുത്തത് ഗണപതിയുടെ വിവാഹത്തിന്റെ കഥയാണ്. തുടരും.